ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയിലെ അടിസ്ഥാന വിവരങ്ങളാണ്. അതായത് ഇന്ത്യൻ ജോഗ്രഫിയിലെ നമ്മുടെ ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. ഇതിനു മുമ്പ് നമ്മൾ ലോകഭൂമിശാസ്ത്രത്തിലെ വേൾഡ് ജോഗ്രഫിയിൽ ഇതുപോലെ അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയിലെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാലേ നമ്മുടെ ഇന്ത്യ എവിടെ, ഏത് ഭൂഖണ്ഡത്തിലാണ് കിടക്കുന്നത്, ഏത് വൻകരയിലാണ് കിടക്കുന്നത്? നമ്മുടെ ഇന്ത്യ കിടക്കുന്നത് ഏഷ്യ വൻകരയിലാണ്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഏറ്റവും വലിയ വൻകര ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏഷ്യ വൻകരയാണെന്ന് പറഞ്ഞാലേ ആ ഏഷ്യ വൻകരയിലാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ഇന്ത്യ കിടക്കുന്നത്. അപ്പോൾ ആ ഏഷ്യ വൻകരയിലാണ് നമ്മുടെ ഇന്ത്യ കിടക്കുന്നത്. എന്നാൽ ലോകരാജ്യങ്ങളിൽ കണ്ടില്ലേ, ഈ ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം പറയുന്നത് 7ാം സ്ഥാനമാണ്. വലുപ്പത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. ഏറ്റവും വലുപ്പം വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ റഷ്യക്കാണ്. ഏറ്റവും വലുപ്പമുള്ള രാജ്യം റഷ്യ, പിന്നെ കാനഡ, പിന്നെ USA, പിന്നെ ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നിങ്ങനെയാണ് വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. എങ്ങാനും ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓർഡർ തന്നിട്ട് ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. ഇന്ത്യക്ക് മുന്നിലുള്ള കുറച്ച് രാജ്യങ്ങളും കൂടെ അറിഞ്ഞു വെച്ചാലാണ് നമുക്ക് പറ്റുള്ളൂ. ചിലപ്പോൾ ഓർഡറിൽ തന്നിട്ട് ഇത് ശരിയാക്കാൻ പറയാതിരിക്കാം. പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. ഏറ്റവും വലിയ രാജ്യം റഷ്യ, പിന്നെ കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നിങ്ങനെയാണ് വലുപ്പത്തിൻ്റെ അടിസ്ഥാനം. ഇനി ലോക ഭൂവിസ്തൃതിയിൽ, നമ്മുടെ ലോകത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ ഇന്ത്യ എന്ന് പറയുന്നത് 2.42% മാത്രമാണ്. 2.42% മാത്രമാണ് ലോക ഭൂവിസ്തൃതിയിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 32,87,263 ആണ്. 32,87,263. രണ്ട് സൈഡും 3 പിന്നെ 28,726 എന്ന് ഓർത്ത് വയ്ക്കാം. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ നമ്പർ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് അതുപോലെ ഓർത്ത് വയ്ക്കാം. ഒരുവിധം PSC എഴുതുന്ന ആൾക്കാർക്കൊക്കെ ഈ നമ്പർ മനപ്പാടായിരിക്കാം. 32,87,263 നമ്മുടെ ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതി എന്ന് പറയും. അല്ലെങ്കിൽ 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അപ്പോൾ അറിയാലോ നമ്മുടെ മെയിൻലാൻഡിൻ്റെ ചോദിച്ചു പറഞ്ഞാൽ 7,516.6 കിലോമീറ്റർ. അതായത് നമ്മുടെ കര അതിർത്തി ചോദിക്കുകയാണ്. കര അതിർത്തി ഇവിടെയുള്ള നമ്മുടെ ദ്വീപസമൂഹങ്ങളെ കൂടി ഉൾപ്പെടുത്തി ചോദിക്കുകയാണ് പറഞ്ഞാൽ ദ്വീപസമൂഹങ്ങളെ ഉൾപ്പെടുത്തി ചോദിക്കുമ്പോൾ 5,000 അല്ല, 7,516.6 കിലോമീറ്ററാണ്. 7,516.6 കിലോമീറ്റർ. ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ മാത്രം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ 5,422.6 കിലോമീറ്ററാണ്. എന്തുകൊണ്ടാണ് ഈ 1000ൽ കൂടുതൽ ഡിഫറൻസ് വരുന്നത്? കാരണം നമുക്കിവിടെ നിറയെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ് പറഞ്ഞിട്ട് നിറയെ ദ്വീപുകളുണ്ട് അല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഭാഗത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ എന്തുകൊണ്ട് എത്രയും ഡിഫറൻസ് എന്ന്. 7,516.6 കിലോമീറ്ററാണ്. 7,516.6 കിലോമീറ്ററാണ് കടൽ തീരദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണെന്ന് പറയണം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം വരുന്നത് 3,214 കിലോമീറ്ററാണ്. എത്രയാണ്? 3,214 കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് നീളം ചോദിച്ചാൽ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം ചോദിച്ചു പറഞ്ഞാൽ എത്രയാണ്? 2,933 കിലോമീറ്ററാണ്. 2,933 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3,214 കിലോമീറ്ററും ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം 2,933 കിലോമീറ്ററുമാണ് ഉള്ളത്. ഇനി നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയിലാണ് നമ്മുടെ ഇന്ത്യ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ഏഷ്യൻ രാജ്യമാണ് പറഞ്ഞു, ഒരു ദക്ഷിണേഷ്യൻ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഏഷ്യയുടെ ദക്ഷിണ മധ്യഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയുടെ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണ മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് മുകളിലായി ഉത്തര പൂർവാർദ്ധഗോളത്തിലാണ്. ഭൂമധ്യരേഖയ്ക്ക്
മുകളിലായിട്ട് എവിടെയാണ് വരുന്നത്? ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ടാണ് വരുന്നത്. മുകളിലായിട്ട് നമ്മൾ പറഞ്ഞു ഭൂമിനെ ഇങ്ങനെ രണ്ടായി കീറുന്ന 2 അർദ്ധഗോളങ്ങളാക്കുന്നതാണ് ഭൂമധ്യരേഖ എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞാൽ മുകളിലായി ഉത്തര പൂർവാർദ്ധഗോളത്തിലാണ്. ഉത്തര പൂർവാർദ്ധഗോളത്തിലായിട്ടാണുള്ളത്. ഉത്തര പൂർവാർദ്ധഗോളത്തിലായിട്ടാണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ അക്ഷാംശ സ്ഥാനം. ഇനി നമുക്ക് കുറച്ച് അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ അക്ഷാംശ സ്ഥാനം വരുന്നത് 8 ഡിഗ്രി 4 വടക്കിനും അതുപോലെ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ്. അതായത് 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്കിൻ്റെ ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ അക്ഷാംശ സ്ഥാനം പറയുന്നത്. അതാണ്ട അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ 6 ഡിഗ്രി എന്ന് കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് 6 ഡിഗ്രി 4. ഇന്ദിരാ പോയിന്റിലൂടെയാണ് അത് കടന്നു പോകുന്നത്. 6 ഡിഗ്രി 45 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ് ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ അറ്റത്ത് കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെ അക്ഷാംശമാണ് 8 ഡിഗ്രി 4 37 ഡിഗ്രി 6 ഇടയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ കുറച്ചിവിടെ എന്തൊക്കെ ഉണ്ട്? ദ്വീപസമൂഹങ്ങളുണ്ട് അല്ലേ. അവയെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ 6 ഡിഗ്രി 45 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ് നമ്മുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുക. നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വടക്ക് ഭാഗത്തെയാണ് ഉത്തരം എന്ന് പറയുക, തെക്ക് ഭാഗത്തെയാണ് ദക്ഷിണം എന്ന് പറയുക, കിഴക്ക് ഭാഗത്തെയാണ് പൂർവ്വം എന്ന് പറയുക, പടിഞ്ഞാറ് ഭാഗത്തെയാണ് എന്തെന്ന് പറയുക? പശ്ചിമം എന്ന് പറയാം. നമ്മൾ പറഞ്ഞൂല്ലേ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമധ്യരേഖയ്ക്ക് മുകളിലായി ഉത്തര പൂർവാർദ്ധഗോളത്തിലാണ്. ഉത്തരം പറഞ്ഞാൽ എന്താണ്? ഉത്തരം പറഞ്ഞാൽ വടക്ക്, പൂർവാർദ്ധഗോളം പറഞ്ഞാൽ കിഴക്ക്. നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാ ഉത്തര പൂർവാർദ്ധഗോളത്തിലായിട്ടാണ് അല്ലേ വരുന്നത്. ഉത്തരം പറഞ്ഞാൽ ഇതാ ഭൂമധ്യരേഖയ്ക്ക് മേലെ ഉത്തരം, വടക്കായിട്ട് പൂർവാർദ്ധഗോളം പറയുമ്പോൾ എവിടെ വരുന്നത്? കിഴക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത്. ഈ പിക്ചറിൽ കണ്ടോ ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം, അതുപോലെ ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 23.5 ഡിഗ്രി ഉത്തരായന രേഖ, അതിനെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുക. അതുപോലെ 23.5 ഡിഗ്രി തെക്കുള്ളതിനെയാണ് ദക്ഷിണായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നാണ് ദക്ഷിണായന രേഖയെ പറയുക. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇന്ത്യയെ 2 തുല്യ കാലാവസ്ഥാ മേഖലകളായി തിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയെ 2 തുല്യ കാലാവസ്ഥാ മേഖലകളായി തിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് നമ്മൾ പറഞ്ഞു. ഭൂമധ്യരേഖയുടെ മേലെയാണ് എന്ന് പറഞ്ഞാൽ ഉത്തരമാണ്, ഉത്തരായന രേഖയിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ഇന്ത്യയെ 2 തുല്യ കാലാവസ്ഥാ മേഖലകളായി തിരിക്കുന്ന അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി വടക്കുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശമാണ് മിതോഷ്ണ മേഖല. വടക്കുള്ള പ്രദേശം, വടക്ക് പറഞ്ഞ മേലേക്കുള്ള പ്രദേശം. ഉത്തരായന രേഖയ്ക്ക് വടക്കുള്ള പ്രദേശം മിതോഷ്ണ മേഖല എന്ന് പറയുന്നു, സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നു. അതുപോലെ ഉത്തരായന രേഖയ്ക്ക് താഴെയുള്ള തെക്കുള്ള പ്രദേശത്തെയാണ് ഉഷ്ണമേഖല, ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഉത്തരായന രേഖ കടന്നു പോകുന്നത്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിങ്ങനെയാണ് ആ സംസ്ഥാനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ആ 8 സംസ്ഥാനങ്ങളെന്ന്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8ആണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണവ. ഉത്തരായന രേഖ കടന്നു പോകുന്ന തലസ്ഥാന നഗരങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും എന്ന് അറിയാലോ.
റാഞ്ചി, റായ്പൂർ എന്നീ തലസ്ഥാന നഗരങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഏതാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന തലസ്ഥാന നഗരങ്ങൾ? റാഞ്ചി, റായ്പൂരാണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ്. ഏതാണ്? കൊൽക്കത്തയാണ്. പശ്ചിമ ബംഗാളിലൂടെ കടന്നു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എത്രയെന്നാണ് പറഞ്ഞത്? പൂർവ്വ രേഖാംശം 68°7 കിഴക്കിനും അതുപോലെ 97°25 കിഴക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമുള്ളത്. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശം സമയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ ഏകദേശം സമയ വ്യത്യാസം പറയുന്നത് എന്താണ്? 2 മണിക്കൂർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് രേഖാംശ രേഖ എന്ന് പറയുന്നത് സമയ രേഖകൾ എന്നും കൂടി പറയുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവ തമ്മിൽ ഏകദേശം എത്ര വ്യത്യാസം വരും? 2 മണിക്കൂറിൻ്റെ വ്യത്യാസം വരും. നമ്മൾ പറഞ്ഞു 15 ഡിഗ്രി എന്ന് പറയുന്നതാണ് 1 മണിക്കൂർ എന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ 2 മണിക്കൂറിൻ്റെ വ്യത്യാസം വരും പറഞ്ഞാൽ ഇത് എത്ര ഗ്യാപ്പ് ഉണ്ടാവും? 30 ഡിഗ്രിയുടെ ഗ്യാപ്പ് ഉണ്ടാവും. ഇന്ത്യയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാവും? 30 ഡിഗ്രിയുടെ ഗ്യാപ്പ് ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് മെറിഡിയൻ എന്ന് പറയുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. എന്തുകൊണ്ടാണ് കിഴക്ക് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമല്ലോ. നമ്മൾ പറഞ്ഞു ഏഷ്യയുടെ വടക്ക്, ഉത്തര, പൂർവാർദ്ധഗോളം എന്ന് പറഞ്ഞു. പൂർവ്വം പറഞ്ഞ കിഴക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 82.5 ഡിഗ്രി 82.5 അതായത് 82.5 ഡിഗ്രി കിഴക്കാണ്. അപ്പോൾ 82.5 ഡിഗ്രി കിഴക്കാകുമ്പോൾ എത്രയാണ് സമയ വ്യത്യാസം? എത്രയാണ് വരിക? അതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും 5.5 മണിക്കൂർ എന്ന്. നമ്മൾ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. 5.5 മണിക്കൂർ എവിടെയാണ്? മുന്നിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രീനിച്ച് മാനക രേഖാംശം പറയുന്നത് എത്രയാണ്? 0 ഡിഗ്രിയാണ്. അത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 82.5 ഡിഗ്രി കിഴക്ക് നിൽക്കുന്ന രേഖാംശത്തെയാണ് ഇന്ത്യൻ രേഖാംശമായി എടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ പ്രാദേശിക സമയം കണക്കാക്കുന്നത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ത്യൻ മാനക രേഖാംശം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് മാനക രേഖാംശ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് ഇന്ത്യ മുന്നിലാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 5 മണിക്കൂർ 30 മിനിറ്റ് ഇന്ത്യ മുന്നിലാണ്. ഇന്ത്യയുടെ മാനക രേഖാംശമായ 82.5 ഡിഗ്രി കിഴക്ക് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏകദേശം 5 സംസ്ഥാനങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ഇങ്ങനെയാണ് കടന്നു പോകുന്നുണ്ടാവുക. UP, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഒഡീസ എന്നിവയിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഏതിൽ കൂടെയാണ്? ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, അതുപോലെ ഒഡീസ. ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീസ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നിവയിലൂടെയാണ് രേഖാംശ രേഖ കടന്നു പോകുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിലൂടെയാണ്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? ഈ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാനക രേഖാംശം കടന്നു പോകുന്ന പ്രധാന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അലഹാബാദ് ജില്ലയിലെ മിർസാപൂറിലാണ്. മിർസാപൂർ നമ്മുടെ UPയിലാണുള്ളത്. മിർസാപൂറിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്? ഈ മാനക രേഖാംശം കടന്നു പോകുന്നത്. മാനക രേഖാംശം കടന്നു പോകുന്ന പ്രധാന നഗരം അലഹാബാദ് ജില്ലയിലെ മിർസാപൂരാണ്. UPയിലാണ്. ഇന്ത്യയുടെ പ്രാദേശിക സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് ഈ മിർസാപൂറിലാണ് കേട്ടോ. ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിർസാപൂറിലാണ്. ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം കൊൽക്കത്തയാണ്. ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. അങ്ങനെ ചോദിക്കണം പറഞ്ഞാൽ ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ്? ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ മാനക രേഖാംശത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് കാൺപൂർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശത്തിനരികിൽ സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് കാൺപൂർ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമധ്യരേഖ താഴത്തു കൂടെ ഉണ്ടല്ലോ പോകുന്നത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് തമിഴ്നാട്. തലസ്ഥാനം ചോദിച്ചു പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ തിരുവനന്തപുരമാണല്ലോ ഏറ്റവും താഴെ കിടക്കുന്നത്.
തമിഴ്നാടിൻ്റെ പറഞ്ഞാൽ അത് മേലെയായിട്ടല്ലേ കിടക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ഇന്ത്യൻ തലസ്ഥാനം തിരുവനന്തപുരം. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ജനസംഖ്യ കൂടുതലുള്ള നഗരം ചെന്നൈ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള ജില്ല കന്യാകുമാരി. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള തുറമുഖം തൂത്തുക്കുടി. ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാ പോയിൻ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അക്ഷാംശ രേഖാംശവുമായി പറഞ്ഞു വരുമ്പോൾ പറയാനുള്ളത്. ഇനി നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെക്കുറിച്ച് പറയാം അല്ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലദ്വീപ്, ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ. അതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യം ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലദ്വീപ് എന്നിവയാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ. അതിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം മാലദ്വീപാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാലദ്വീപ്, ബംഗ്ലാദേശും കൂടിയുണ്ട്. വലുത് ഇന്ത്യ, ചെറുത് മാലദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നീളം കൂടിയ നദി ചോദിച്ചു പറഞ്ഞാൽ സിന്ധുവാണ്. നമ്മുടെ ഇന്ത്യയിലെ നീളം കൂടിയ നദി ചോദിച്ചാൽ നമ്മൾ ഗംഗ എന്ന് പറയില്ലേ. സിന്ധു ഹിമാലയൻ നദികളിലെ ഏറ്റവും വലിയ നദി സിന്ധു ആണെങ്കിൽ കൂടി ഇന്ത്യയിലെ കുറച്ച് ഭാഗത്തുകൂടെ മാത്രമേ സിന്ധു ഒഴുകുന്നുള്ളൂ. അത് വേഗം തന്നെ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ അത് ഗംഗാ നദിയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ അതിരുകൾ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ മലനിരകൾ. വടക്ക് ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ മലനിരകൾ. വടക്ക് കിഴക്ക് പൂർവാഞ്ചൽ. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. വടക്ക് വരുന്നത് എന്താണ്? വടക്ക് ഹിമാലയം വരും. വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ മലനിരകൾ വരും. വടക്ക് കിഴക്കായിട്ട് വരുന്നത് എന്താണ്? പൂർവാഞ്ചൽ. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ് വരുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റം. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ നോക്കാം. ഇന്ത്യയുടെ വടക്കേ അറ്റം വരുന്നത് ഇന്ദിരാ കോളാണ്, അല്ലെങ്കിൽ ആർമി പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം വരുന്നത്. അത് ലഡാക്കിലെ സിയാച്ചിനിലാണുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ. തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, അത് നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലാണുള്ളത്. കിഴക്കേ അറ്റം കിബുത്തു ആണ്, അരുണാചൽ പ്രദേശിലെ കിബുത്തു ആണ് കിഴക്കേ അറ്റം. പടിഞ്ഞാറേ അറ്റം വന്നിട്ട് ഗുജറാത്തിലെ ഗുഹാർ മോത്തിയാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. ഏതാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയാണ്. നമ്മൾ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറഞ്ഞപ്പോൾ ഏതെന്ന് പറഞ്ഞത്? ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് കന്യാകുമാരിയാണ്. നമ്മുടെ ഇന്ത്യക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്? 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും ചെറുത് ഗോവയാണ്. അപ്പോൾ ഏറ്റവും വലുത് രാജസ്ഥാൻ, ഏറ്റവും ചെറുത് ഗോവയാണ്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏറ്റവും കുറവ് വനങ്ങളുള്ള സംസ്ഥാനം ഹരിയാനയാണ്. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളത് മിസോറാമിലും കുറവുള്ളത് ഹരിയാനയിൽ തന്നെയുമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ മാറും. അതായത് ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് മധ്യപ്രദേശ് എന്ന് പറയാം. അവിടെ ഏറ്റവും കൂടുതൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ അത് മിസോറാമായി മാറും കേട്ടോ. അതുപോലെ ഏറ്റവും കുറവ് ചോദിച്ചാൽ ശതമാനാടിസ്ഥാനത്തിലായാലും അല്ലെങ്കിലും ഹരിയാന തന്നെയാണ്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീറാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. കുറവ് വന്നിട്ട് ചണ്ഡീഗഡാണ്. കുറവ് ഏതാണ്? ചണ്ഡീഗഡാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കുമാണ്.
അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല കച്ച്, ഗുജറാത്തിലെ കച്ചാണ്. ചെറുത് പുതുച്ചേരിയിലെ മാഹിയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. വടക്ക് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം വരുന്നത് ലഡാക്കാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. വടക്കേ അറ്റത്തെ സംസ്ഥാനം ഗുജറാത്താണ്. വടക്കേ അറ്റത്തെ തലസ്ഥാനം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ഷിംലയാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ തലസ്ഥാനം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ തലസ്ഥാനം ചോദിച്ചു പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരമാണ്. നമ്മൾ സംസ്ഥാനം പറഞ്ഞപ്പോൾ തമിഴ്നാട് എന്ന് പറഞ്ഞു, കാരണം തമിഴ്നാടാണ് ഏറ്റവും താഴെ കിടക്കുന്നത്. എന്നാൽ ഇത് തലസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ തിരുവനന്തപുരം പറഞ്ഞത്. ഇനി കിഴക്കേ അറ്റത്തെ തലസ്ഥാനം ഏതാണ്? കോഹിമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സംസ്ഥാനം അരുണാചൽ പ്രദേശാണെന്ന് പറഞ്ഞു, പക്ഷേ തലസ്ഥാനം വരുന്നത് കോഹിമയാണ്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനമാണ് കോഹിമ വരുന്നത്. പടിഞ്ഞാറേ അറ്റം നമ്മുടെ ഗാന്ധിനഗർ, ഗുജറാത്തിൻ്റെ ഗാന്ധിനഗർ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യക്ക് കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട്? 9 സംസ്ഥാനങ്ങളാണ് കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, പിന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പിന്നെ പശ്ചിമ ബംഗാൾ ഇവയൊക്കെയാണ്. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. ഇതിൽ പശ്ചിമ തീര സംസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മൾ പശ്ചിമം എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് പറഞ്ഞാൽ, പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറും, പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പശ്ചിമ തീരത്തെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. കേരളം എന്നിവയാണ്. ഗുജറാത്തിന് 1215 കിലോമീറ്ററാണ് കടൽ തീര ദൈർഘ്യമുള്ളത്. മഹാരാഷ്ട്രക്ക് ഗുജറാത്തിനാണ് ഏറ്റവും കൂടുതൽ അല്ലേ. മഹാരാഷ്ട്രയ്ക്ക് എത്രയുള്ളത്? 625 കിലോമീറ്ററാണ്. ഗോവയ്ക്കാണ് ഏറ്റവും കുറവ്, 101 കിലോമീറ്ററാണ്. കർണാടകയ്ക്ക് 280 കിലോമീറ്ററാണ്. കേരളത്തിന് 590 കിലോമീറ്ററാണ് ഉള്ളത്. ഇനിയിപ്പോൾ പശ്ചിമ തീരവും പൂർവ്വതീരവും നോക്കുകയെന്ന് പറഞ്ഞാൽ കൂടി ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിനാണ് കേട്ടോ. ഇനിയിപ്പോൾ പൂർവ്വതീരം നോക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പശ്ചിമ തീരത്ത് എത്രണ്ണം വരുന്നത്? 1, 2, 3, 4, 5 സ്റ്റേറ്റും, അതുപോലെ പൂർവ്വതീരത്ത് വരുന്നത് 4 സ്റ്റേറ്റുമാണ് വരുന്നത്. അപ്പോൾ പൂർവ്വതീരത്ത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അതിൽ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ, പൂർവ്വതീരത്ത് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് തമിഴ്നാടിനാണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. തമിഴ്നാടിന് 1076 കിലോമീറ്ററാണ് കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിന് 962 കിലോമീറ്ററും ഒഡീഷയ്ക്ക് 476 കിലോമീറ്ററും വെസ്റ്റ് ബംഗാൾ അതായത് പശ്ചിമ ബംഗാളിന് 158 കിലോമീറ്ററുമാണ് കടൽ തീര ദൈർഘ്യമുള്ളത്. ഇപ്പോൾ ഏറ്റവും കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്താണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു, രണ്ടാമത് തമിഴ്നാടാണ് എന്ന് പറഞ്ഞു. അതുപോലെ പൂർവ്വതീരത്തെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാടാണ്. പശ്ചിമ തീരത്തെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഗുജറാത്താണ്. മൊത്തത്തിൽ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഗുജറാത്താണ്. കുറവ് കടൽ തീരമുള്ളത് എവിടെയാണ്? അത് നമുക്കറിയാലോ. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് എവിടെയാണ്? ഗോവയ്ക്കാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവയ്ക്കാണ്. എത്രയെന്ന് നമ്മൾ പറഞ്ഞു? 101 കിലോമീറ്ററാണ് കടൽ തീര ദൈർഘ്യമുള്ളത്. ഇനി കുറവ് കടൽ തീരം ഗോവ എന്ന് പറഞ്ഞു. ഇനി കുറവ് കടൽ തീരത്തിൽ തന്നെ ദക്ഷിണേന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് മുഴുവൻ നമ്മൾ താഴെയാണ് അല്ലേ. ഉത്തരം പറഞ്ഞാൽ വടക്ക്, ദക്ഷിണം പറഞ്ഞാൽ തെക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ദക്ഷിണേന്ത്യയിൽ തന്നെ കടൽ തീരമില്ലാത്ത ഒരു സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തെലങ്കാനയാണ് അല്ലേ. തെലങ്കാനയ്ക്കാണ് എന്തില്ലാത്തത്? കടൽ തീരം ഇല്ലാത്ത ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന. കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു. അതിന് 60.5 കിലോമീറ്ററാണ് കടൽ തീരമുള്ളത്. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയുക്ക്
പുതുച്ചേരിക്ക് 45 കിലോമീറ്ററും ലക്ഷദ്വീപിന് 132 കിലോമീറ്ററും ആൻഡമാൻ നിക്കോബാർ ദ്വീപിന് 1962 കിലോമീറ്ററാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മെയിൻലാൻഡിൻ്റെയും അല്ലാതെ ഇന്ത്യയുടെയും എന്ന് ചോദിക്കുമ്പോഴൊക്കെ ഇത്രയും വ്യത്യാസം വരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ലക്ഷദ്വീപൊക്കെ കൂട്ടുമ്പോൾ ഇത്രയും വ്യത്യാസം വരുന്നതെന്ന്. ഓക്കെ. ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. എവിടെയാണ് അതുള്ളത്? രാജസ്ഥാനിലാണുള്ളത്. എവിടെയുള്ളത്? രാജസ്ഥാനിലാണുള്ളത്. നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെയാണ് ഏറ്റവും നീളം കൂടിയ കനാലായ ഇന്ദിരാഗാന്ധി കനാലും ഉള്ളത്. ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മറീന ബീച്ചാണ്. ചെന്നൈയിലെ മറീന ബീച്ചാണ് ഏറ്റവും നീളം കൂടിയ ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം വൂളാർ തടാകമാണ്. ജമ്മു കാശ്മീരിലെ വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചു പറഞ്ഞാൽ ചോലാമു തടാകമാണ് സിക്കിമിലെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാമ്പാർ തടാകം, രാജസ്ഥാനിലെ സാമ്പാർ തടാകമാണ്. ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാകുഡ് അണക്കെട്ട്, ഒഡീഷയിലെ ഹിരാകുഡ് അണക്കെട്ടാണ് ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് തെഹിരി അണക്കെട്ടാണ്. ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് തെഹിരി അണക്കെട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. ഇതൊക്കെ നമ്മൾ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഗോദാവരിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു നദിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? യമുനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ലഡാക്ക് പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുള്ള പ്രദേശം ഏതാണ്? ദ്രാസ് ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മേഘാലയയിലെ മൗസിൻറമിലാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? ബോലാൻ ചുരമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലമാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലവും ധാതുക്കളുടെ കലവറയാണ് ഉപദ്വീപീയ പീഠഭൂമിയും. പലർക്കും അത് മാറിപ്പോകും, അപ്പോൾ ഓർത്തു വയ്ക്കുക. ഇന്ത്യയുടെ ധാന്യപുര ഉത്തര മഹാസമതലം, ധാതുക്കളുടെ കലവറ പീഠഭൂമി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്ന് വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപസമൂഹമാണ്. ഭാഷാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. 3 തൂത്തുക്കുടി, എണ്ണൂർ, ചെന്നൈ എന്നീ 3 മേജർ തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് സിക്കിമാണ്. ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. നമ്മളെ കൊണ്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു അല്ലേ. അതിലിങ്ങനെ കുറച്ച് ഓപ്ഷൻ തന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അത് ലോട്ടറി ആരംഭിച്ചത് നമ്മുടെ കേരളമാണ്. എന്നാൽ ഓൺലൈൻ ലോട്ടറിയാണ് ചോദിക്കുന്നത് പറഞ്ഞാൽ അത് സിക്കിമാണ്. ഇന്ത്യയിലെ പൂന്തോട്ടം, ഭൂമിയിലെ സ്വർഗം എന്നെല്ലാം അറിയപ്പെടുന്നത് ജമ്മു കാശ്മീരാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലുത് എന്നുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? ജിം കോർബറ്റ് ആണ്. ആദ്യ വന്യജീവി സങ്കേതം ജിം കോർബറ്റും വലുത് റന്താബോർ വന്യജീവി സങ്കേതവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് വന്നിട്ട് താപവൈദ്യുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ് താപവൈദ്യുതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7 പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിങ്ങനെ 7 രാജ്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് ഏതൊക്കെയാണ് വരുന്നത്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് വരുന്നത്. അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കുറവ് കരതിർത്തി പങ്കിടുന്നത് കേട്ടോ. അപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനാണ് ഇവിടെ വരുന്നത് വടക്ക് പടിഞ്ഞാറ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ
ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 3 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുമായിട്ടാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് വരുന്നത് ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളുമായിട്ടാണ്. നമുക്കറിയാം അതിൻ്റെ താഴെ വരികയാണെന്ന് പറഞ്ഞാൽ സമുദ്രാതിർത്തിയാണ് അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ 2 രാജ്യങ്ങളായിട്ടാണ് സമുദ്രാതിർത്തി പങ്കിടുന്നത്. ശ്രീലങ്കയും മാലിദ്വീപുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് പറയുന്നത് മാലിദ്വീപാണ്. എന്നാൽ ഈ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാനാണ്. കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചൈനയും എന്നാൽ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമാണ്. കുറവ് പങ്കിടുന്നത് ഞാൻ പറഞ്ഞു അഫ്ഗാനിസ്ഥാനാണെന്ന് പറഞ്ഞു. അയൽ രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതൊക്കെയാണ്? ലഡാക്കും ജമ്മു കാശ്മീറുമാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് എന്ന് പറയുന്നത്. അയൽ രാജ്യങ്ങളുമായിട്ട് 16 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങൾ ഈ അയൽ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ചെറുത് സിക്കിമാണ്. അപ്പോൾ ഗോവ കഴിഞ്ഞിട്ട് അടുത്ത ചെറിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിക്കിമാണ് കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത് രാജസ്ഥാൻ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനല്ലേ. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പങ്കിടുന്നത് പശ്ചിമ ബംഗാളാണ്. കുറവ് നാഗാലാൻഡാണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാനാണ്. കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീറാണ്. കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ജമ്മു കാശ്മീറാണ്. എന്നാൽ പാകിസ്ഥാനുമായിട്ട് ജമ്മു കാശ്മീറും ലഡാക്കും അതിർത്തി പങ്കിടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ട് ലഡാക്കാണ് അതിർത്തി പങ്കിടുന്നത്. ഭൂട്ടാനുമായിട്ട് 4 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. ആസാം, പശ്ചിമ ബംഗാൾ, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങൾ ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനമാണ് ത്രിപുര എന്ന് പറയുന്നത്. 3 വശവും ബംഗ്ലാദേശിനായി ചുറ്റപ്പെട്ടതാണ് ത്രിപുര. ബംഗ്ലാദേശുമായി 5 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവയാണവ. മ്യാൻമറുമായി 4 സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവ. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയുമായിട്ട് മക്മോഹൻ രേഖ. ഇന്ത്യയും ശ്രീലങ്കയുമായിട്ട് അതിർത്തിയാണ് പാക് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയും മാലിദ്വീപുമായിട്ടുള്ളത് 8 ഡിഗ്രി ചാനലാണ്. അതായത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ചോദിക്കുകയാണ് ഡൂറൻ രേഖയാണ്. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് അത് അതിർത്തി പങ്കിടുന്നത്. എന്നാൽ ഒരു ഇന്ത്യൻ സ്റ്റേറ്റുമായി മാത്രം അതിർത്തി പങ്കിടുന്നത് 2 സംസ്ഥാനങ്ങളാണ്, സിക്കിമും മേഘാലയയും. സിക്കിം പശ്ചിമ ബംഗാളുമായിട്ടും മേഘാലയ ആസാമുമായിട്ടുമാണ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റുമായി മാത്രം അതിർത്തി പങ്കിടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന, തെലങ്കാന എന്നിവയാണ്. അതായത് കടൽ തീരം ഒന്നുമില്ലാതെ ഇന്ത്യൻ സ്റ്റേറ്റുമായി മാത്രം അതിർത്തി പങ്കിടുന്നതാണ് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഹരിയാനയും തെലങ്കാനയും ഒക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലും നമുക്ക് പിന്നെയും കൺഫ്യൂഷനായി പോകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇന്ത്യയുടെ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് മെയിൻലാൻഡിൻ്റെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി 4 വടക്കിനും 37 ഡിഗ്രി 6 വടക്കിനും ഇടയിലാണ്. അതായത് നമ്മുടെ ദ്വീപസമൂഹങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണ് പറഞ്ഞാൽ 6 ഡിഗ്രി 45 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക് വരെയാണ്. രേഖാംശ വ്യാപ്തി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ 68 ഡിഗ്രി 45 കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 കിഴക്ക് വരെയാണ്. ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ രേഖാംശ വ്യാപ്തി 30 ഡിഗ്രിയാണ്. നമ്മൾ പറഞ്ഞു അരുണാചൽ പ്രദേശും ഗുജറാത്തും നമ്മൾ 2 മണിക്കൂർ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ്. അപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഏകദേശ അക്ഷാംശ വ്യാപ്തി മനസ്സിലായല്ലോ. ഇനി അക്ഷാംശ രേഖ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഉത്തരായന രേഖയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി വടക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നറിയപ്പെടുന്നു. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി കിഴക്കാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നറിയപ്പെടുന്നു.
കടന്നു പോകുന്ന സ്റ്റേറ്റ് 5 എണ്ണമാണ്. അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ ഞാൻ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടാണ്. SCERTയിൽ 6ാം ക്ലാസ്സിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ വീണ്ടും പുതിയ നല്ലൊരു ക്ലാസ്സായി വരുന്നതായിരിക്കും. ബൈ.